നിന്നിട്ട് യാതൊരു കാര്യമില്ല. നിങ്ങൾ വർക്ക്ഷോപ്പിൽ നിന്ന് ലെറ്റർ വാങ്ങി വരൂ, വണ്ടി ഫിറ്റ് ആണെന്ന്. എന്നിട്ട് ഞാൻ വന്ന് പരിശോധിക്കാം. സാർ, ഇന്നേക്ക് 3 ദിവസമായി വണ്ടി ഓടിയിട്ട്. ടാക്സ് അടയ്ക്കേണ്ട തീയതി. മിസ്റ്റർ, പാസഞ്ചേഴ്സിന്റെ സൗകര്യത്തിന് വേണ്ടിയാണ് ബസ്. ടെമ്പററി പെർമിറ്റ് ഉള്ള ഒരു ബസ് ഇപ്പൊ ആ റൂട്ടിൽ ഓടുന്നുണ്ടല്ലോ. പോണം. എന്റെ ഭാഗത്ത് നിന്ന് ഒന്നും പ്രതീക്ഷിക്കണ്ട, ഒരു വിട്ടുവീഴ്ചയും പ്രതീക്ഷിക്കണ്ട. ഞങ്ങൾ പിന്നെ പോകാനാ പറഞ്ഞത്. സാർ, പോകാൻ പറഞ്ഞ സാർ, ഞാൻ ഗൾഫ് മോട്ടോഴ്സിന്റെ ഓണറാണ്, മുരളീധരൻ. സാർ, ഞാൻ 7 കൊല്ലം ഞാൻ 7 കൊല്ലം ഗൾഫിലായിരുന്നു. അവിടുത്തെ സമ്പാദ്യം എല്ലാം ഉപയോഗിച്ചാണ് ഞാൻ ഈ ബസ് വാങ്ങിച്ചത്. ഡ്രൈവറുടെ അശ്രദ്ധ മൂലം അത് ഈയിടെ ഒരു മുറുക്കാൻ കട ഇടിച്ചു പൊളിച്ചു. ആ വകുപ്പിൽ ഒരു 8000-ഓളം രൂപ എനിക്ക് നഷ്ടമായി. ഞാൻ ആ ദേഷ്യത്തിന് ഡ്രൈവറെ ഒന്ന് വഴക്ക് പറഞ്ഞു. അതിന് തൊഴിലാളി യൂണിയൻ നേതാവ് എന്നെ വന്ന് ഭീഷണിപ്പെടുത്തി. ഞാൻ ഇവിടെ ഇല്ലാതിരുന്ന ഈ 7 കൊല്ലം കൊണ്ട് കേരളത്തിലുണ്ടായ മാറ്റത്തെക്കുറിച്ച് എനിക്ക് അറിയില്ല സാർ. അതേ ഡ്രൈവർ നിരപരാധിയെ എന്നോട് പറഞ്ഞു സാറിന് കൈക്കൂലി തരാൻ. ഇതേ സംഭവം ഗൾഫിലായിരുന്നെങ്കിൽ എന്റെ തല പോലും കാണില്ലായിരുന്നു. സാർ എനിക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തരില്ല എന്ന് പറഞ്ഞു. അത്രയല്ലേ ഉള്ളൂ. അതിലെനിക്ക് വളരെ നന്ദിയുണ്ട്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ അഭിമാനത്തെ ഞാൻ ചോദ്യം ചെയ്തു. അതിലെനിക്ക് വിഷമമുണ്ട് സാർ. പ്ലീസ് സാർ. എടോ, തന്നെ പോലുള്ള പൊതുജനങ്ങൾക്ക് ഒരു ധാരണയുണ്ട്. RTO ഓഫീസ് ജീവനക്കാരും വെഹിക്കിൾ ഇൻസ്പെക്ടർമാരും ഭയങ്കര കൈക്കൂലിക്കാരാണെന്ന്. എന്നാൽ അങ്ങനെയല്ല. ആ ധാരണ തെറ്റാണ്. തന്റെ 50 രൂപ കൊണ്ട് കുടുംബം പുലർത്തേണ്ട ഗതികേടൊന്നും ഞങ്ങൾക്കില്ല. തനിക്കറിയാമോ, എന്റെ വീട്ടിൽ TV ഉണ്ട്, VCR ഉണ്ട്, പൂന്തോട്ടമുണ്ട്. ഗേറ്റിൽ കാവൽ നിൽക്കാൻ ഗൂർഖകൾ 3 എണ്ണം, അൽസേഷൻ പട്ടികൾ, നന്നായി കുരക്കുന്ന അൽസേഷൻ പട്ടികൾ 5 എണ്ണം. ഈ പട്ടികൾക്ക് ഇറച്ചി വാങ്ങാൻ മാത്രം 150 രൂപ വേണം ദിവസവും. തന്റെ ഈ 50 രൂപയുണ്ടല്ലോ, എന്റെ വീട്ടിൽ ദിവസവും ധർമ്മത്തിന് വരുന്ന ആളുകൾക്ക് കൊടുക്കാൻ തികയില്ല. എല്ലാം ശരിയാണ് സാർ. പക്ഷേ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ ദിവസവും ധർമ്മത്തിനായി സാറിന്റെ വീട്ടുപടിക്ക് നിൽക്കേണ്ടി വരും സാർ. ഞാൻ ഫൈൻ കെട്ടാം സാർ, ടയർ മാറ്റാം സാർ, ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ആധുനിക മരുന്നുകൾ വാങ്ങിച്ചു വെക്കാം സാർ. സാർ, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പ്ലീസ് സാർ, പ്ലീസ്. ആദ്യമായിട്ടായതുകൊണ്ട് തൽക്കാലം തന്നെ ഞാൻ വിടാം. പക്ഷെ ഒരു കാര്യം താൻ മനസ്സിലാക്കിക്കോളൂ, വെഹിക്കിൾ ഇൻസ്പെക്ടർമാരോട് കളിച്ചവരാരും അവന്റെ വീടിന്റെ ഗേറ്റിന് പുറത്ത് ബസ്സിറക്കിയിട്ടില്ല. ഇല്ല സാർ. ഫൈൻ അടച്ചിട്ട് പോയിക്കോളൂ. ബട്ട് ഹിയർ ആഫ്റ്റർ എവറിത്തിങ് ഷുഡ് ബി ഇൻ പെർഫെക്റ്റ് കണ്ടീഷൻ. ഓക്കെ? കംപ്ലീറ്റ് പെർഫെക്റ്റ് സാർ. എന്റെ RC ബുക്ക് ഇതോ ഇരിക്കുന്ന ആ ചുവപ്പ്. താങ്ക് യു സാർ. സക്സസ്. ചാത്തുക്കുട്ടി, വണ്ടി എടുത്തോ. ടൈമായി. ഞാൻ ഫൈൻ അടച്ചിട്ട് അങ്ങ് വന്നേക്കാം. വത്സ, RC ബുക്ക്. അല്ല, മുതലാളി എങ്ങനെ ഒപ്പിച്ചു? മുതലാളി അതൊക്കെ ഒപ്പിച്ചിടോ. എനിക്കറിയാവുന്ന മുതലാളി എങ്ങനെയെങ്കിലും ഒപ്പിക്കും. ഞാൻ സാറ് പുതിയ ഓണർ ആയതുകൊണ്ട് ഗോവിന്ദൻ നായർ അറിയില്ല. ആവൽ ബാന്ധവൻ ഗോവിന്ദൻ നായർ. ഈ സെക്കൻഡ് ഹാൻഡ് ബസ് ഉടമകൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമാണ് സാർ. ഞാൻ നോക്കിയപ്പോ ഈ ബസ്സിന് എന്റെ ഒട്ടേറെ സഹായങ്ങൾ ആവശ്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഈ ബാഗിലും ചിലത് വീട്ടിലുമൊക്കെയായി നിരവധി സ്പെയർ പാർട്സുകളുടെ ഒരു മിനി ഗോഡൌണാണ് സാർ ഈ ഗോവിന്ദൻ നായർ. സാറിന്റെ ബസ് അങ്ങേയറ്റം കുഴപ്പത്തിലേക്ക് നീങ്ങുകയാണ്. എന്ത് കുഴപ്പം? അടിമുടി കുഴപ്പം. സെൻട്രൽ ബോൾട്ടിന്റെ അലൈൻമെന്റ് പോയി കിടക്കുകയാണ്. അതുകൊണ്ട് സാറിന്റെ ബസ് നടുവിനടി കൊണ്ട് പട്ടിയെ പോലെയാണ് ഓടുന്നത്. എന്റെ ബസ്സിനെ ഇൻസൾട്ട് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇൻസൾട്ടിങ് അല്ല സാർ, സത്യമാണ് സാർ പറയുന്നത്. അല്ല, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. എനിക്ക് നിങ്ങളുടെ സഹായം വേണ്ടെങ്കിലോ? അങ്ങനെ പറയും സാർ. എല്ലാത്തിനും ഹാഫ് പ്രൈസ് മതി സാർ. സാറിന്റെ ബസ് ഏത് നിമിഷം അന്ത്യശ്വാസം വരും. ഇയാൾക്ക് എന്തോ നിന്റെ അസുഖമല്ല സാർ, സത്യമാണ് സാർ. എനിക്കൊരു കുന്തവും കേൾക്കണ്ട സാർ. ഹാഫ് പ്രൈസ്. ഇയാൾ ആളെ ഒന്ന് വിടന്നേ സാർ. പകുതി വില. ഞാനിവിടെ എത്ര നേരമായിട്ട് കാത്തിൽക്കണമെന്നു. മുരളേട്ട എവിടെ ആയിരുന്നു? ഞാൻ കുറച്ച് തിരക്കില്ല, നീ പോയിട്ട് പിന്നെ വാ. മുരളേട്ടാ, നാരായണേട്ടൻ എന്നോട് ഹോട്ടലിൽ ചെല്ലണ്ടെന്ന് പറഞ്ഞു. 1-2 ദിവസം ഞാൻ പറയാതെ ലീവ് എടുത്തിരുന്നല്ലോ. അതിന് എനിക്ക് ബസ്സിൽ എന്തെങ്കിലും ഒരു പണി. ബസ്സിൽ ആവശ്യത്തിന് പണിക്കാരുണ്ടല്ലോ. വല്ലപ്പോഴും ബസ് കഴുകുന്ന പണി നോക്കട്ടെ. ഹംസ ലീവ് എടുക്കുമ്പോ പറയാം. ഇവിടെ പണിയിട്ടെന്ന് വിചാരിച്ചു. നിങ്ങളുടെ ബസ്സിൽ നിന്ന് ഒരു പെണ്ണ് തെറിച്ചു വീണു. ആളുകൾ ബസ് ഇറങ്ങി വെച്ചിരിക്കുക. അവിടെ ആകെ പ്രശ്നം. മുതലാളി വേഗം കൂടി ചെല്ല്. വേഗം ചെല്ലുന്നേ.
കൂടിയടിക്കല് ആ ഡ്രൈവറും കണ്ടക്ടറും എങ്ങോട്ടോ ഓടിപ്പോയി. അതെ അതെ അതെ, ഞാനാണ് ഈ ബസ്സിന്റെ ഓണർ. ഈ ബസ് കൊണ്ടുണ്ടായ എന്ത് അപകടത്തിനും ഞാൻ ഉത്തരവാദിയാണ്. ഞാൻ ആ സ്ത്രീ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോട്ടെ. അവരപ്പൊ തന്നെ ആസ്പത്രി കൊണ്ടുപോയി. കൊണ്ടുപോയോ? എവിടുന്ന് കിട്ടിയടോ തനിക്ക് തല്ലിപ്പൊളി ബസ്? ആ തല്ലിപ്പുള്ളി ബസ്സൊക്കെയാണ്. ഞാൻ പുതിയൊരു ബസ്സിന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിപ്പോ വരും. ആ ബസ്സിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിരിക്കും. ഞാൻ ഈ പാവ മനുഷ്യനെ ഒന്ന് കൊണ്ടുപോയിക്കോട്ടെ. തല്ലി തനിക്ക് കിട്ടും. ആ ശരി, ഡ്രൈവർ ഓർഡർ മാറ്റാം. ആ മാറ്റാം. ഒന്ന് ഞാൻ അപ്പോളേ പറഞ്ഞില്ല ഡ്രൈവർക്ക് കണ്ണ് കാണൂലെന്ന്. ഞാൻ വിസൽ അടിച്ചിട്ടാണല്ലോ അയാൾ ബസ് വിട്ടത്. അടിക്കാത്ത വിസലിന്റെ ശബ്ദം കേട്ടു എന്ന് പറഞ്ഞാൽ അയാൾക്ക് കാതും വർക്ക് ചെയ്യില്ല എന്നല്ല അർത്ഥം. വാ, നിക്ക് നമ്മളെ വണ്ടിയുടെ ഇൻഷൂർ അടിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. ഇല്ലേ? അപ്പൊ നഷ്ടപരിഹാരവും നമ്മൾ തന്നെ കൊടുക്കേണ്ടി വരും. എത്ര കൊടുക്കേണ്ടി വരും? മുൻവാതിലൂടെ വീണേ ബാക്കിലെ ടയർ കയറി ഇറങ്ങിയോന്നൊരു സംശയമുണ്ട്. കയ്യോ കാലോ ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ലക്ഷം കൊടുക്കേണ്ടി വരാന്ന് ദൈവത്തിനെ അറിയുള്ളൂ. ലക്ഷോ? ചുമ്മാ ഇരിടോ, പേടിപ്പിക്കുന്ന വർത്താനം പറയാതെ. അള്ളാന് മുരളി, ഞാൻ സത്യം പറയാ. വാ വാ, നമുക്ക് രോഗിനെ കാണാം. ബസ്സിലുണ്ടായിരുന്ന പാഹന്മാരാണ് നിക്കണേ. പെണ്ണക്കട്ടിലുള്ളത് തന്നെ. ഈശ്വര, ഇനി ഒറ്റങ്ങൾ നമ്മളെ വേക്കിട്ട് വരുമെന്നുള്ള ആ പേടി. ചുമ്മാ ഇരിടോ. സിസ്റ്ററെ, ബസ് ആക്സിഡന്റ് ആയിട്ട് വന്ന സ്ത്രീയല്ലേ അത്? അതെ, അപകടം ഉണ്ടോ? കാലിന് ഫ്രാക്ചർ ഉണ്ട്. ചിലപ്പോ ഒരു ഓപ്പറേഷൻ വേണ്ടി വരും. നിങ്ങളുടെ ആരാ? എന്റെ ഒരു ബന്ധു. നിങ്ങൾ നടന്നോ? വന്നേ, പോലീസ് ഇപ്പൊ എത്തും. ചുമ്മാ ഇരിടോ. പോലീസ് വന്നാ എന്നെ ഉപദ്രവിക്കൊന്നുമില്ലല്ലോ. അവര് സത്യം പറഞ്ഞാ കുടുങ്ങിയത് തന്നെ. പിന്നെ ഒരൊറ്റ വഴിയേ ഉള്ളൂ. എന്താ? എങ്ങനെങ്കിലും ആ പെണ്ണിനെ പറഞ്ഞ് ചാക്കിലാക്കണം. ആക്സിഡന്റ് ഉണ്ടായത് അവളുടെ ശ്രദ്ധക്കുറവുകൊണ്ടാണെന്ന് അവളെ കൊണ്ട് തന്നെ പോലീസുകാരോട് പറയിപ്പിക്കണം. വാ. വന്നേ. വെളി ആളുകളൊക്കെ പോയി. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. പോലീസ് വരുന്നതിന് മുമ്പ് എന്ത് അടവ് പ്രയോഗിച്ചിട്ടെങ്കിലും ആ പെണ്ണിനെ വശത്താക്കണം. ഇനി ഞാൻ ഇവിടെ നിൽക്കണേ അത്ര പന്തിയല്ല. അതായത് അങ്ങനെയാണ്. കുട്ടിയായിരുന്നോ? കുട്ടിയുടെ പാസ് ഞാൻ പാസ് ഞാൻ ഓഫീസിൽ എഴുതി വെച്ചിരിക്കായിരുന്നു. പിന്നെ കണ്ടതേ ഇല്ലല്ലോ. എവിടെയായിരുന്നു? എന്റെ കാല് പോയി. അയ്യോ, എന്റെ ജീവിതം തൊലഞ്ഞു. കരയല്ലേ, കരയല്ലേ. കുട്ടിക്കൊന്നും സംഭവിക്കില്ല. എന്ത് ചെലവ് വന്നാലും കാല് പരിപൂർണ സുഖം ആകുന്നവരെ ഞാൻ ചികിത്സിക്കും. കാല് പോയിട്ട് ജീവിക്കുന്നതിലും ഭേദം മരിക്കുന്നതാ. അയ്യോ, അങ്ങനെ എനിക്ക് ആരുമില്ല. അയ്യോ, അങ്ങനെ പറയല്ലേ. കുട്ടിക്ക് ഞാനില്ലേ? നിങ്ങളൊരു പേരും കള്ളനാ. ഞാനോ? പാസ് എഴുതി നിങ്ങൾ എന്നെ അന്വേഷിച്ചു എന്ന് പറഞ്ഞത് പച്ച കള്ളല്ലേ? അതിനുശേഷം ബസ്സിൽ വെച്ച് നിങ്ങൾ എന്നെ കണ്ടിരുന്നില്ലേ? എപ്പോ? അതാ ഞാൻ പറഞ്ഞത് നിങ്ങൾ പേരും കള്ളനാന്ന്. ടയർ പഞ്ചറായ ദിവസം നിങ്ങൾ എന്നെ കണ്ടില്ലേ? ഇല്ല, സത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഞാൻ കണ്ടില്ല. എന്റെ കാല് പോയി. എന്റെ ജീവിതം തൊലഞ്ഞു. കുട്ടി എന്നെ വിശ്വസിക്കൂ. കുട്ടി ചിലപ്പോ വിചാരിക്കും ഇയാളൊരു ബസ് ഓണർ ആണല്ലോ, ഇയാളൊരു ബൂർഷയാണല്ലോ, പാവങ്ങളോട് കരുണയില്ലാത്തവനാണല്ലോ എന്നൊക്കെ കുട്ടി ചിലപ്പോ വിചാരിക്കും. പക്ഷെ ഒരു സത്യം കുട്ടി മനസ്സിലാക്കണം. മരുഭൂമിയില് പൊള്ളുന്ന വെയിലത്ത് അറബികളുടെ ആട്ടും തുപ്പും ഏറ്റ് കല്ല് ചുമന്നിട്ടുള്ളവനാണ് ഞാൻ. കഷ്ടപ്പാട് എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. NRI അക്കൗണ്ടിൽ കുറച്ച് രൂപ ഉണ്ടായിരുന്നുകൊണ്ട് ഒരു ബസ് ഞാൻ വാങ്ങിച്ചു. അങ്ങനെ ഒരു തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ. കുട്ടി എനിക്ക് വേണ്ടി ഒരു ഒറ്റ ഉപകാരം ചെയ്യണം. പോലീസുകാർ വന്ന് ചോദിക്കുമ്പോ സാരി കുടുങ്ങി ബസ്സിൽ നിന്ന് വീണതാണെന്നൊന്ന് പറയണം. പറഞ്ഞു നോക്കൂ പ്ലീസ്, പറഞ്ഞു നോക്കൂ.
ഇല്ലെങ്കിൽ എന്നെ പോലീസുകാർ പിടിക്കും. അവർ എന്നെ തല്ലി ചതയ്ക്കും. നിങ്ങളെ തല്ലിച്ചതച്ചാലേ എനിക്ക് കുറച്ചെങ്കിലും സുഖം കിട്ടും. അയ്യോ, അങ്ങനെ പറയരുത് കുട്ടി, അങ്ങനെ പറയരുത്. ദേ ഇന്ന് മുതല് കുട്ടിയുടെയും കുടുംബത്തിന്റെയും സകല ചെലവും ഞാൻ നോക്കിക്കൊള്ളാം. പ്ലീസ് പ്ലീസ്, ഞാൻ കുട്ടിയുടെ കാല് പിടിക്കാം. അയ്യോ ഇല്ല കുട്ടി, ദേ പോലീസുകാർ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, കുട്ടിയുടെ കുടുംബത്തിന്റെ കംപ്ലീറ്റ് ചെലവ് ഞാൻ നോക്കിക്കോളാം. സാരി കുടുങ്ങി വീണാണെന്നേ പറയാവുള്ളേ. പ്ലീസ് സത്യസന്ധമായിട്ട് പറഞ്ഞോളൂ, സത്യസന്ധമായിട്ട് സാരി കുടുങ്ങി വീണതാണെന്ന് പറഞ്ഞോളൂ. ബസ്സില് സ്ത്രീകൾ ട്രാവൽ ചെയ്യുമ്പോൾ എപ്പോഴും സൂക്ഷിക്കേണ്ട കാര്യമാണ്. അല്ലെ, സാരി കുടുങ്ങി ആ കുട്ടി ബസ്സിൽ നിന്ന് താഴെ വീണു. മനസ്സിൽ എത്ര ദേഷ്യമുണ്ടെങ്കിലും ചിരിച്ച മുഖത്തോടു കൂടി വേണം ഇപ്പോഴത്തെ തൊഴിലാളിയോട് സംസാരിക്കാൻ. മുതലാളി സമ്മതിച്ചിരിക്കുന്നു. പോലീസ് കേസാവുമെന്നും കുറെ ദിവസത്തേക്ക് ബസ് ഓടിക്കാൻ പറ്റില്ലെന്നും ഒക്കെയാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. മുതലാളി ഒരാളുടെ മെടുക്കൊണ്ട് ആ പ്രശ്നങ്ങൾ ഇങ്ങനെ തീർന്നത്. ഞങ്ങളുടെ മുതലാളി പൊന്നു പോലത്തെ മനുഷ്യനാ. ഞങ്ങൾ തൊഴിലാളികളൊക്കെ എന്ത് സ്നേഹം അറിയോ. ആളുകൾക്ക് ടിക്കറ്റ് കൊടുക്ക്, ടിക്കറ്റ് കൊടുക്ക വത്സ. എങ്ങോട്ടാ? 2 തൃപ്പാളൂര്. 2 ഒന്നിനു പുറകെ മറ്റൊന്നായി ആകെ പ്രശ്നങ്ങളാണല്ലോ ഹംസേ. ടയർ വാങ്ങിയത് കടമായിട്ടാ. പരിചയമില്ലാത്തവരോട് വരെ കടം പറയേണ്ട സ്ഥിതി വന്നു. അപ്പൊ NRI അക്കൗണ്ടില് എന്താ ഹംസ നിന്റെയൊക്കെ വിചാരം? NRI അക്കൗണ്ടിൽ കോടിക്കണക്കിന് രൂപയുണ്ടെന്നാ. ഏട്ടന്മാർക്കും വീടിനും വേണ്ടി ഞാൻ കാശ് അയച്ചുകൊണ്ടിരിക്കുകയില്ലായിരുന്നോ? ഈ കളക്ഷൻ കൊണ്ട് പിടിച്ചു നിൽക്കാമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആഹാ, ഉത്സവത്തിന്റെ പരിപാടികളൊക്കെ തുടങ്ങിയല്ലോ. പറയാൻ വിട്ടു. കമ്മിറ്റിക്കാർ വന്ന് സംഭാവന ചോദിച്ചിരുന്നു. ഞാൻ പറഞ്ഞു മുതലാളിയോട് ചോദിക്കാൻ. ഈ അവസ്ഥയിൽ എങ്ങനെ സംഭാവന കൊടുക്കും? പറഞ്ഞിട്ട് പോലല്ല, ഗംഭീര ഉത്സവ. മുതലാളി, നമുക്ക് ഇത്തവണ സ്പെഷ്യൽ പെർമിറ്റ് എടുക്കണം. അപ്പൊ പിന്നെ ടൈമൊന്നും നോക്കേണ്ടി വരില്ല, നിർത്താതെ ഓടാം. 14 ദിവസത്തെ ഉത്സവമാണല്ലോ, നല്ല തിരക്കായിരിക്കും. 14 ദിവസത്തെ ഓട്ടം കൊണ്ട് നല്ലൊരു തുക ഇങ്ങ് പോരും. വിശ്രമമില്ലാതെ ഓടണമെങ്കിൽ സ്പെഷ്യൽ ബാറ്റ് തരണം. അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ ചാത്തു കുടിച്ചേട്ടാ? മുതലാളി അറിഞ്ഞ് ചെയ്യൂലേ? ഇല്ലേ മുതലാളി? മുരളി, നമുക്ക് ഈ ബസ് മൊത്തം ഒന്ന് മോടി പിടിപ്പിക്കണം. ഈ ഉത്സവത്തോടുകൂടി നമ്മളെ സാമ്പത്തിക പ്രശ്നങ്ങൾ മുഴുവൻ തീരും. ഈശ്വര, കുട്ടി എന്താ ഇവിടെ? നിങ്ങളുടെ വാക്ക് ഞാൻ വിശ്വസിച്ചു. ഞാൻ കുറച്ച് തിരക്കിലായി പോയി. ഉത്സവത്തിന്റെ ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസം ഒരു കാർ പിടിക്കാൻ വഴിയില്ലാതെ ഞാൻ വിഷമിച്ചു. എന്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാന്ന് പറഞ്ഞിട്ടിപ്പോ എന്താ ഇത്? കരയാതിരിക്കൂ. ഇപ്പൊ ഒന്നും സംഭവിച്ചില്ലല്ലോ. എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ നമുക്ക് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ. ഇതാരാ മുരളി? ഇത് നമ്മുടെ ഇയാൾ എന്നെ ചതിച്ചു, എന്റെ ജീവിതം നശിപ്പിച്ചു. അയ്യോ, എനിക്കൊന്നും കേൾക്കണ്ട. ചെറിയേട്ടത്തി, എനിക്കെല്ലാം മനസ്സിലായി. എന്ത് മനസ്സിലായി? നീ ഇത്രക്കാരനാണെന്ന്. ഇത്രക്കാരനാണെന്ന്? അയ്യോ, എന്റെ ഗുരുവായൂരപ്പ, എന്റെ കുഞ്ഞെ, നീ ഇങ്ങനെ ചെയ്തല്ലോ. ഞാൻ എന്ത് ചെയ്തെന്നാ? എന്ത് ചെയ്തോ? ആശുപത്രി വെച്ച് എന്റെ കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞോ? പറഞ്ഞെന്ന് പറഞ്ഞാല് എപ്പോഴാ? ഞങ്ങളൊക്കെ പട്ടിണി കിടന്ന് ചത്തിട്ടോ? അയ്യോ, എന്റെ ഗുരുവായൂരപ്പ, ചെറിയേട്ടത്തി, എന്റെ കുഞ്ഞെ, നിനക്കൊരു കല്യാണം വേണമായിരുന്നെങ്കിൽ കുമാരേട്ടനോട് പറഞ്ഞാൽ കഴിച്ചു തരത്തില്ലായിരുന്നോ? ഇത് എന്തറിഞ്ഞിട്ടാ ഈ സംസാരിക്കുന്നത്? കാണുന്നോക്കെ. അല്ല, ഈ കുട്ടി എന്റെ ബസ്സിൽ നിന്ന് വീണ് കാലൊടിഞ്ഞു. ധനസഹായം ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. തിരക്ക് കാരണം എനിക്ക് അതിന് കഴിഞ്ഞില്ല. അതിനെ ചതിച്ചു, വഞ്ചിച്ചു എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നത്. ചതിയെന്നല്ലാതെ പിന്നെ എന്തോന്നാ ഇതിന്റെ പേര്? അത്രേ ഉള്ളോ? അത്രേ ഉള്ളന്നേ. എന്റെ പൊന്നു മോനെ, ഞാൻ ആകെ പേടിച്ചു പോയല്ലോ. ഞാനും പേടിച്ചു പോയി. ശ്ശോ. തൽക്കാലം ഇത് പിടിക്കേ. 50 രൂപയോ? പിന്നെ എത്ര വേണം? ഒരു ദിവസത്തെ മരുന്നിനും ഇഞ്ചക്ഷനും തന്നെ 100 രൂപയാവും എനിക്ക്. അതെ, തൽക്കാലം ഇതങ്ങോട്ട് വാങ്ങിക്കേ. ബസ് ഉത്സവത്തിന്റെ സ്പെഷ്യൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കളക്ഷൻ ഒന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല. കളക്ഷൻ വന്നാലുണ്ട് എത്ര രൂപ വേണേലും ഞാൻ തരാം. ഉറപ്പാണോ? ഉറപ്പ്. അതോ അന്ന് പറഞ്ഞ പോലെ? തരാൻ കുട്ടി, ഞാൻ അങ്ങ് ഓടി പോകുന്നില്ല. ഇതാ ചേച്ചി ഒന്ന് ഓർമ്മിപ്പിക്കണേ. ചേച്ചി എന്തിനാ ഓർമ്മിപ്പിക്കുന്നത്? എനിക്കത് ഓർമ്മ ശക്തിയില്ലേ? ചേച്ചി എന്തിനാ ഓർമ്മിപ്പിക്കുന്നത്?